അമേരിക്കയിലെയും പാശ്ചാത്യ രാജ്യങ്ങളിലെയും പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈൻ യുദ്ധത്തിൽ തന്റെ അടിയന്തര ശ്രദ്ധ നൽകിയിരിക്കുന്നത് റഷ്യൻ സൈന്യം പിടിച്ചെടുത്ത പ്രദേശങ്ങളിലെ അധികാരം ഉറപ്പിക്കുക എന്നതാണ്. മാത്രമല്ല, രാജ്യത്തിന്റെ പ്രതിസന്ധിയിലായ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അദ്ദേഹം ലക്ഷ്യമിട്ടിട്ടുണ്ട്. യുദ്ധത്തിന്റെ സാഹചര്യം തനിക്ക് അനുകൂലമാണെന്ന് പുടിന് തോന്നിയതായും ആടിയുലയുന്ന യുക്രൈനെതിരെ കൂടുതൽ കാലം പോരാടാനും മുഴുവൻ രാജ്യവും പിടിച്ചെടുക്കാനുമുള്ള സൈനിക ശക്തി എന്നിവ തനിക്കുണ്ടെന്നുമുള്ള ആത്മവിശ്വാസത്തിലാണ് പുടിനെന്ന് അമേരിക്കൻ പാശ്ചാത്യ ഇന്റലിജൻസ് വിലയിരുത്തുന്നുണ്ട്. പുടിൻ തന്റെ ചിന്താഗതിയിൽ മാറ്റം വരുത്തിയിരിക്കാമെന്ന ധാരണ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനും വന്നിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഒരു സമാധാന കരാർ പരിഗണിക്കാൻ കൂടുതൽ സന്നദ്ധനാകുമെന്നും ട്രംപിന് വിശ്വാസമുണ്ടെന്ന് ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥൻ വിലയിരുത്തുന്നുണ്ട്. എന്നിരുന്നാലും റഷ്യ ഏറ്റെടുത്ത പ്രദേശത്തിന്റെ ഭൂരിഭാഗവും അവർക്ക് കൈമാറിക്കൊണ്ട് അമേരിക്ക നിർദ്ദേശിക്കുന്ന ചർച്ചകളിൽ പുടിൻ ആവർത്തിച്ച് പറയുന്ന ഒരു സമാധാന കരാറിനെ അമേരിക്കയിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ സംശയത്തോടെയാണ് കാണുന്നത്. റഷ്യ കരാറിന്റെ ഒരു പതിപ്പിന് സമ്മതിച്ചാലും യുദ്ധം പുനരാരംഭിക്കാനും ദീർഘകാലാടിസ്ഥാനത്തിൽ യുക്രൈന്റെ കൂടുതൽ ഭാഗങ്ങൾ പിടിച്ചെടുക്കാനും ശ്രമിച്ചേക്കാമെന്ന ഒരു ഭയം ലോകരാജ്യങ്ങൾക്കിടയിലുണ്ട്. ട്രംപ് ഭരണകൂടം ചെലുത്തുന്ന സമ്മർദ്ദം, കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന ഭീഷണി, റഷ്യൻ സമ്പദ് വ്യവസ്ഥ തകർന്നു വീഴുമെന്ന ഭീഷണി എന്നിവ പുടിനെ കൂടുതൽ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാക്കിയിരിക്കുന്നു. യുദ്ധം അവസാനിച്ചാൽ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള നിക്ഷേപ സാധ്യതകളെ കുറിച്ചുള്ള ചർച്ചകളിൽ ശക്തമായ ഊന്നൽ നൽകിയിട്ടുണ്ട്. ഈ അവസരങ്ങളെ അമേരിക്ക ചരിത്രപരമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. അമേരിക്കയുമായി ഒത്തുചേരാനും ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള അടിയന്തര ലക്ഷ്യങ്ങൾ പരിമിതപ്പെടുത്താനും റഷ്യ തയ്യാറാണെന്ന് ഒരു മുതിർന്ന യൂറോപ്യൻ ഉദ്യോഗസ്ഥൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ പരമാവധി യുദ്ധ ലക്ഷ്യങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല എന്നും ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നുണ്ട്. റഷ്യൻ ഭരണകൂടത്തിന്റെ നിലനിൽപ്പിന് ശേഷം യുക്രൈന്റെ നിയന്ത്രണം പുടിന്റെ പ്രഥമ പരിഗണനയാണെന്നാണ് ഈ വർഷം ആദ്യം അമേരിക്കൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ ട്രംപ് ഉപദേഷ്ടാക്കൾക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അതേസമയം ട്രംപിന്റെ കീഴിൽ ആരംഭിച്ച ചർച്ചകളിൽ അമേരിക്കയും യൂറോപ്പും സുരക്ഷാ സഹായവും ഒരു സാധ്യതയുള്ള ഉടമ്പടിയുടെ ഭാഗമായി ഗ്യാരണ്ടിയും നൽകണമെന്ന് യുക്രൈൻ ആവർത്തിച്ച് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇതേ സമയമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് നേരെ വധശ്രമം എന്ന് സംശയിക്കുന്ന സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നത്. പുടിന്റെ ഔദ്യോഗിക വാഹന വ്യൂഹത്തിലെ ലീമസീനസ് എന്ന കൂറ്റൻ ആഡംബര കാറാണ് തീ പിടിച്ചു കത്തിയത്. അതും തലസ്ഥാനമായ മോസ്കോയിലുള്ള രഹസ്യാന്വേഷണ ഏജൻസിയുടെ കേന്ദ്രത്തിന് മുന്നിൽ വെച്ചായിരുന്നു. മറ്റൊരു കാര്യം, രണ്ടാം ലോക മഹായുദ്ധത്തിൽ സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികളും നേടിയ വിജയത്തിന്റെ 80ാം വാർഷികത്തിന്റെ ഭാഗമായി യുക്രൈനിൽ 3 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു വ്ളാഡിമിർ പുടിൻ. മെയ് 8 അർദ്ധരാത്രി മുതൽ മെയ് 10 വരെയാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മെയ് 9 രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ വിജയദിനം റഷ്യ ആഘോഷിക്കുന്നത്. ഈ ദിവസങ്ങളിൽ എല്ലാ സൈനിക നടപടികളും അവസാനിപ്പിക്കുമെന്നും യുക്രൈനും ഈ മാതൃക പിന്തുടരുമെന്ന് റഷ്യ വിശ്വസിക്കുന്നതായും ഭരണകൂടം പ്രസ്താവനയിൽ പറയുന്നുണ്ട്. എന്നാൽ യുക്രൈന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള വെടിനിർത്തൽ ലംഘനം ഉണ്ടായാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നും റഷ്യ പറയുന്നുണ്ട്. ഈ മാസം ആദ്യം ഈസ്റ്റർ ദിനത്തിലും പുടിൻ യുക്രൈനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. ഈസ്റ്റർ ദിനം അർദ്ധരാത്രി വരെ 30 മണിക്കൂർ വെടിനിർത്തലാണ് പുടിൻ പ്രഖ്യാപിച്ചിരുന്നത്. പ്രഖ്യാപനത്തിന് പിന്നാലെ ഇത് വെറും കൗശലമാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പ്രതികരിച്ചിരുന്നു. പിന്നാലെ ഈസ്റ്റർ ദിനത്തിലും റഷ്യൻ അതിർത്തികളിൽ ആക്രമണം തുടരുകയാണെന്ന് ആരോപിച്ച് സെലൻസ്കി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അതേസമയം കഴിഞ്ഞ ആഴ്ച മോസ്കോയിൽ വെച്ച് US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിനോട് യുക്രൈനുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പുടിൻ പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. എന്നിരുന്നാലും ഒത്തുതീർപ്പിലേക്ക് എത്താൻ റഷ്യക്ക് ഉദ്ദേശമില്ലെന്നാണ് USന്റെ അനുമാനം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു കാരണവുമില്ലാതെ സിവിലിയൻ പ്രദേശങ്ങളിലേക്കും നഗരങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും റഷ്യ മിസൈലുകൾ തൊടുത്തുവിടുന്നുണ്ട്. യുദ്ധം നിർത്താൻ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരിക്കാം. കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വ്യത്യസ്ത വഴികൾ നോക്കേണ്ടി വരുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഇതിനിടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിനിടെ സെലൻസ്കിയെ ട്രംപ് കാണുകയും ചെയ്തിരുന്നു. 2 മാസത്തെ കാലതാമസത്തിനു ശേഷം ധാതു കരാറിൽ ഔദ്യോഗികമായി ഒപ്പിട്ടിരിക്കുകയാണ് USഉം യുക്രൈനും. സെലൻസ്കി ഭരണകൂടത്തിനുള്ള സൈനിക സഹായം നിർത്തലാക്കിയതിനു പിന്നാലെ US മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഒടുവിൽ യുക്രൈന് അംഗീകരിക്കേണ്ടി വന്നിരിക്കുകയാണ്. യുക്രൈനോടുള്ള USന്റെ പ്രതിബദ്ധത ഇനി മുതൽ പുതിയ രൂപത്തിലായിരിക്കുമെന്നാണ് കരാറിനെ കുറിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത്. നേരത്തെ വൈറ്റ് ഹൌസിൽ വെച്ച് ധാതു കരാറിൽ ഒപ്പുവെക്കാൻ എത്തിയ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ട്രംപുമായുള്ള വാക്ക് തർക്കത്തെ തുടർന്ന് തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയിരുന്നു. യുക്രൈന്റെ ആകെ ധാതു സമ്പത്തിന്റെ 50% USന് വേണമെന്നാണ് ട്രംപ് മുന്നോട്ട് വെച്ച കരാർ. 3 വർഷത്തിലേറെയായി യുദ്ധം തുടരുന്ന യുക്രൈന്റെ ഭൂമേഖലയുടെ ഏകദേശം 20% റഷ്യ കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.
യുദ്ധത്തിൽ ഇതിനോടകം 10,000-ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ധാതു കരാർ ഒപ്പിട്ടതിന് പിന്നാലെ റഷ്യക്ക് മുന്നറിയിപ്പുമായി US രംഗത്തെത്തി. യുക്രൈനിൽ ശാശ്വതമായ സമാധാനത്തിനും ദീർഘകാലാടിസ്ഥാനത്തിൽ പരമാധികാരമുള്ള ഭരണകൂടം സ്ഥാപിക്കാനും US പ്രതിജ്ഞാബദ്ധമാണെന്നാണ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെൻസന്റ് പറയുന്നത്. യുക്രൈനിൽ സമാധാനവും സ്വാതന്ത്ര്യവും പുനഃസ്ഥാപിക്കാൻ ട്രംപ് ഭരണകൂടം തയ്യാറാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്.